വിശ്വസിക്കാം, 100% നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം. പക്ഷെ ഭരണം നമുക്ക് കിട്ടണം. വേണം. ഇവിടുത്തെ ഒരു വിശേഷം എന്താണെങ്കിൽ 17 സീറ്റാണ് മൊത്തം. ഇത് 8-8 നിൽക്കണേ. അതെ. ഒരെണ്ണം സ്വതന്ത്രൻ. അതാണ് മൊയ്തു തീരുമാനിക്കും ഏത് പാർട്ടി ഭരിക്കണം എന്ന്. അല്ല, അയാളുടെ പാർട്ടി UDP അയാൾക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അയാൾ അതിലേക്ക് തന്നെ പോകും. എന്തായാലും നമ്മുടെ പാർട്ടിയിലേക്ക് തന്നെ വരും. അല്ല, അപ്പൊ ശീതളം മൊയ്തുമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ ഇയാളെ സ്വകാര്യമായിട്ട് ഒരു ദിവസം കണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതാ. അയാള് നമ്മളെ വിട്ടു പോവില്ല. മൊയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമളേച്ചി തന്നെ പ്രസിഡന്റ് ആകണം. എന്റെ പാരിജാത ശ്യാമള ഭരണം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ശ്യാമളയാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ടാന്ന്. അതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്കില്ലേ. അല്ലെങ്കിലും ഇപ്പൊ അവളുടെ കഴിവുകൊണ്ടൊന്നല്ലോ ജയിച്ചത്, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയല്ലേ. അങ്ങനെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രാന്ന് പറയരുത്. ഇലക്ഷന്റെ തലേദിവസം ഒരു ചരടുവലിയൊക്കെ നടന്നതാ. എല്ലാ വോട്ടർമാരെയും കണ്ട് ഞങ്ങൾ ലക്ഷങ്ങൾ പൊടിച്ചോണ്ടുകൂടിയാണ് ജയിച്ചത്. ലക്ഷങ്ങൾ മാത്രോ? എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന ചന്ദ്രമതിനെ കുറിച്ച് അവിഹിതം പറഞ്ഞുണ്ടാക്കിയത് ആരാണ്? പാരിജാത, ഇത് ഇലക്ഷൻ എടുക്കുമ്പോ എല്ലാ പാർട്ടികളും എല്ലാ സമയം ചെയ്യുന്ന സർവ്വസാധാരണ കാര്യമാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സഹായമൊക്കെ ചെയ്യണത്. കഴിഞ്ഞ 5 വർഷം UDP ഭരിച്ചപ്പോ എന്താണ്ടായി? കോറികളൊക്കെ റദ്ദാക്കി, മണലെടുപ്പ് നിർത്തി, ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ശീതള എന്നൊരു കാര്യം ആലോചിക്കണം. ഈ പാറ പൊട്ടിക്കാൻ പറ്റില്ല, മണലെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ വികസന പ്രവർത്തനം നടക്കണ്ടേ? പക്ഷെ അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇവിടെ 100 കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാവുമെന്നും ഇവരുടെ കുടുംബങ്ങളെ പട്ടിണിയാക്കുകയാണോ വേണ്ടത്, അതോ പ്രകൃതി സംരക്ഷണമാണോ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചങ്ങിടണം. ഇതുപോലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് മുമ്പിലോട്ട് വരുന്നത്. ആ കളിയൊക്കെ ഞാൻ കളിച്ചോളാം എന്റെ പൊന്നെ. മതി, അത് മതി. ആഹാ, പുതിയ പ്രസിഡന്റ് വന്നല്ലോ. അത് ഞങ്ങളാക്കും. ഇവളിപ്പോ ഇങ്ങനെ തൊഴുതേ ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ആരെ കടയുടെ. ഇവരൊക്കെ നമ്മുടെ പരിചയമുള്ളവരാ. പ്രസിഡന്റിന്റെ കസേരയിലായിട്ട് കേടിയിരിക്കുമ്പോ മാറിക്കോളും. ഇവളിപ്പോ വെള്ളം കുടിക്കണവരെങ്ങനെ പോയിക്കോളും. ഇപ്പൊ ഇങ്ങനെ കാണിക്കാനും പറ്റൂല. ഇത് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുണ്ട്. പിന്നെന്താ നീ പ്രസിഡന്റ് ആയാലും. അതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അയ്യോ, ഇത് പഞ്ചായത്തിൽ നിന്നല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. വണ്ടിയിൽ ചെലവില്ലാഞ്ഞിട്ടാണ്, അല്ല ഇനിയും കൊണ്ടുവരായിരുന്നു. അല്ല, ഈ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ശീതളം പറഞ്ഞു തരും. ശീതളം പറയണ പോലെയൊക്കെ ചെയ്യാവൂ. അത്രേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ ശീതളേട്ടൻ പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഈ ശ്യാമള പോയില്ലേ? ഓ, അത് മതി, അത് മതി. അല്ല ശീതള, സത്യപ്രതിജ്ഞയ്ക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങണം. ഞാൻ നിങ്ങൾ വന്നപ്പോ അങ്ങനെ സംസാരിച്ചിരുന്നേ ഉള്ളൂ. എങ്ങനെ പോണത്? വണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. വണ്ടിക്ക് പോവാ. അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എല്ലാം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കലാശിച്ചാ മതിയായിരുന്നു. എന്നാലും ശീതള മനസ്സിനെന്തോ ഒരു അല്ല, ഈ മൊയ്തുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പൊ UDPയില് സീറ്റ് കൊടുത്തില്ലെങ്കിലും ഇനിയിപ്പൊ തറവാടിനൊരു കൂറ് തോന്നിയിട്ട് അങ്ങോട്ടെങ്ങാനും മാറിയാലോ?